മൈൻക്രാഫ്റ്റ് ലെസ് പ്ലേയുടെ 8ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗേസ്. ഇന്നത്തെ ഒരു നല്ല ദിവസം ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗേസ്, അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ട്രേഡിംഗ് ഹാൾ കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പോർട്ടൽ കത്തിക്കണം. ട്രേഡിംഗ് ഹാൾ നമ്മൾ നേരത്തെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് വില്ലേജേഴ്സിനെ ഇരുത്തണം. അതാണ് ഗേസ് ഇന്നത്തെ പരിപാടി. അപ്പം നമുക്ക് നേരെ പോയിട്ട് ആ ബ്രീഡറിൻ്റെ അവിടെ പോവാം. അവിടെ പോയിട്ട് അവിടെ വല്ല വില്ലേജർ വല്ലതും ഉണ്ടോ നോക്കാം ഗേസ്. ഓക്കെ, വില്ലേജറിനെ ബ്രീഡ് ആക്കണമെങ്കിൽ ഫുഡ് വേണം. എൻ്റെ ഒരു ഫുഡ് എന്ന് പറഞ്ഞ സംഭവമില്ല. മറ്റേ എന്താണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൊട്ടറ്റോ ഫാം ആക്കി. പൊട്ടറ്റോ ഫാമൊന്നും ആക്കിയ ചെറിയൊരു പൊട്ടറ്റോ ഇതാക്കിയിട്ടുണ്ട്. അത് ഹാർവെസ്റ്റ് ആക്കാനൊന്നും ആയില്ല. അപ്പോൾ നമുക്ക് ഈ ബ്രീഡറിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കുറച്ച് ഒരു വില്ലേജ് ബേബി വില്ലേജറോ എങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക. അവിടെ മറ്റേ 2 വില്ലേജർ ഉണ്ട്. അടിയിൽ വില്ലേജർ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ ഇങ്ങോട്ടൊക്കെ വരാതെ കുറേ നാളുകൾ വർഷങ്ങളായി എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് നേരെ നമ്മുടെ വില്ലേജിലോട്ട് പോവാം. അവിടെ പോയിട്ട് വല്ല ഫുഡ് കിട്ടുമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗേസ്, ഇവിടുത്തെ ഹാർവെസ്റ്റ് ആക്കാൻ ആയിട്ട ആകെ കുറച്ച് ഹാർവെസ്റ്റ് ആക്കാൻ ഇല്ലാന്ന് വേണം പറയാൻ. ഇവിടെ ഹാർവെസ്റ്റ് ആക്കാൻ ആയിട്ട് വലുതായിട്ട് വളർന്നിട്ട കുറച്ചു പോലും ഇല്ല. 2 പൊട്ടറ്റോ അങ്ങനെയൊക്കെ കിട്ടി. ഇവനെന്ത് ട്രേഡ് ചെയ്യുന്നു നോക്കാമല്ലോ. ഇവനെന്ത് ട്രേഡ് ചെയ്യുന്നു പറഞ്ഞ പോലെ ഇവന് ഒരു എമറാൾഡ് കൊടുത്ത് 6 ബ്രെഡ് കിട്ടും. ബ്രെഡ് കിട്ടിയാലും കുഴപ്പമില്ല ഗീസ്. നമുക്ക് എമറാൾഡ് കിട്ടാൻ എവിടെ ആടെ ബീറ്റ് അല്ല അതുള്ളത്. നമുക്ക് ബീറ്റ് വെച്ച് ഇതാക്കാമല്ലോ. ഹേവി അല്ലല്ലേ? ഹേവിയൽ എന്ന് വെച്ചാൽ ഇത് ഹേവി അല്ലല്ലേ? അതല്ല, ഇത് വെച്ച് നമുക്ക് ഇതുണ്ടാക്കാമല്ലോ, ബ്രെഡ് ഉണ്ടാക്കാമല്ലോ. ബീറ്റ് ആക്കിയിട്ട് ഈ സാധനം ബീറ്റ് ആക്കിയിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നേരെ ബേസിൽ പോയിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ഫൈനലി ഗൈസ്, ഞാൻ ബ്രെഡും പിന്നെ എൻ്റെ കയ്യിൽ 2 പൊട്ടറ്റോ ഉണ്ട്, അതാണെന്ന് പറിച്ച്. ഇനി ഇതവിടെ കൊണ്ടുപോയിട്ട് ആ വില്ലേജസിന് കൊടുക്കാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഈ കയ്യിലുള്ള ഇത് കൊടുക്കുക, പൊട്ടറ്റോ കൊടുക്കുക. ബീറ്റ് അല്ല, ഞാൻ നേരത്തെ എന്തോ പറഞ്ഞത്. ഈ പൊട്ടറ്റോനെ എന്തോ ബീറ്റ് എന്ന് കാണുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പൊട്ടറ്റോ കൊടുക്കുക. എൻ്റെ ഒരു 15 ബ്രെഡ് ഉണ്ട്. ഒരു ബ്രീഡ് ആവോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പേരിടുന്ന വീഡിയോസൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവർ ഇവിടെ ഒരു സോംബി വന്നിട്ടുണ്ട്. അവൻ താഴോട്ട് പോകാനോ കൊല്ലാം. ഓക്കെ, അപ്പോൾ ഗൈസ് പാർട്ടിക്കിളൊക്കെ വരുന്നുണ്ട്. ഒരു ബേബി വില്ലേജർ സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചാവുന്നുണ്ട്. ആ ഒരു വില്ലേജർ ചാവുന്നുമുണ്ട് ഗൈസ്. ഓക്കെ, അതാ സോംബി കൊന്നു. അങ്ങനെ ഇതിൻ്റെ അടിയിൽ പോയി. പിന്നെ നൈറ്റായി. എന്താണ്, കുറേ പ്രശ്നങ്ങളായി. എന്നിട്ട് സ്കെൽട്ടൻ എന്നെ വട്ടം കൂടി അടിച്ചു. അങ്ങനെ ഞാൻ ചാവുന്നുണ്ട് ഗീസ്. ആ ബേബി വില്ലേജർ ഇതിൽ ചാവുന്നുണ്ട്. എങ്ങനെ ചാവുന്ന അറിയില്ല. ഇപ്പം ചാവുന്നില്ല, പിന്നെ ഒരു എപ്പോഴോ ചാവുന്നില്ല. അതിൻ്റെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ. അതിനു മുമ്പ് നമുക്ക് ഈ ബ്ലോക്ക് ഇവിടുന്ന് കുറച്ച് മൈൻഡ് ചെയ്ത് തരണം. അല്ലെങ്കിൽ ആ സോംബീസൊക്കെ തുള്ളി കയറുന്നു ഇതിൻ്റെ പൊക്കത്തിലോട്ട്. ഇവിടുന്ന് കുറച്ച് ഈ ഒരു ബ്ലോക്ക് മാത്രം അങ്ങോട്ട് കുറച്ച് മൈൻഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഞാൻ ഫുള്ളായിട്ട് എന്താണ് ചാവുന്ന അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ എന്നെ അയില വന്നിട്ട് കുറേ മോബ്സും പിന്നെ സ്കെൽട്ടനും ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചാവുന്ന വിഷ്വൽസ് മാത്രം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിത് ഇവിടുന്ന് കുറച്ച് മൈൻഡ് ചെയ്ത് കളയാം ഗൈസ്. കയ്യിലുണ്ടായിരുന്ന ബ്രെഡെല്ലാം ഈ വില്ലേജസിന് ഇട്ട് കൊടുത്തിട്ട് എന്തായാലും കുറച്ച് 2-3 വില്ലേജ് അവിടെ സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ഒരു പാർട്ടിക്കിൾ വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് പോയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്യാം. എന്നാലേ ഇതിൽ റെയിലൊക്കെ വെക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ബ്രിഡ്ജ് ചെയ്യും. എന്നിട്ട് ഈ ബ്രിഡ്ജ് ചെയ്തിട്ട് കാണാം ഗൈസ്. ബ്രിഡ്ജ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് റെയിലും പിന്നെ ഇതില്ല മൈൻ കാട്ടൊക്കെ ആക്കാനുണ്ട്, ട്രാപ്പ് ഡോറൊക്കെ ആക്കാനുണ്ട് മറ്റേ ഇവിടെ വെക്കാൻ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് ഞാൻ വില്ലേജറിനെ കൊണ്ടുവരുന്ന വീഡിയോസ് മാത്രം കാണിക്കാം ഗൈസ്. ഇതാ ഒരു വില്ലേജറിനെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് വില്ലേജസ് ആയി ഗൈസ്. ഇത് മൂടാം, എന്നിട്ട് നമുക്കിത് ഇങ്ങോട്ട് പുഷ് ചെയ്ത് വിടാം. ഓക്കെ, അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഗൈസ്. പോയി, ഇങ്ങോട്ട് വരില്ല. അവിടെ നിന്ന് സ്ലോ ആയി ഗൈസ്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് കുറച്ച് മെല്ലെ തള്ളി കൊടുത്താൽ മാത്രം മതി ഗൈസ്. വേറെ ഒരു പ്രശ്നമില്ല. അവിടെ ട്രാപ്പ് ഡോർ വെക്കാനുണ്ട് ഗൈസ്. അതിൻ്റെ പൊക്കത്ത് ട്രാപ്പ് ഡോർ വെക്കാനുണ്ട്. അതിന് ചെയ്യാൻ ആദ്യം ഈ വില്ലേജറിനെ കൊണ്ടുപോയിട്ട് ഇരുത്തിട്ട് എന്നിട്ട് ബാക്കിയുള്ള ഇതിലെല്ലാത്തിലും ട്രാപ്പ് ഡോർ വെക്കാം ഗീസ്. എന്നാലേ ശരിയാവും. നമുക്ക് ആദ്യം അവിടെ ഈ വില്ലേജറിനെ കൊണ്ട് ഇരുത്താൻ പറ്റുമോ എന്ന് വെക്കാം. ഓക്കെ ഗീസ്, ഇവിടെ ഒരു വില്ലേജറിനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പൊക്കത്തൊരു ട്രാപ്പ് ഡോർ വെക്കാനുണ്ട്. അതിന് ഞാൻ ട്രാപ്പ് ഡോർ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാം ഗീസ്. കാണാം. അപ്പോൾ ഗീസ്, ഇതാ അടുത്തൊരു വില്ലേജറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2ാമത്തെ വില്ലേജറാണ്. അങ്ങനെ 4 വില്ലേജറിനെ ഇരുത്തുന്നുണ്ട് ഗീസ്. ഓക്കെ, അപ്പം നമുക്കിത് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകാം ഗീസ്. തള്ളി ഇങ്ങോട്ട് വരാം.
ഇനി ഇവര് വലുതാകുന്നവരെ കാത്തു നിൽക്കേണ്ട കേസ്. ഇവര് വലുതാകുന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ. ഇവനെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറ്റും? ഒരു വഴിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ റെയിൽ വെച്ചിട്ട് ഇത് പൊട്ടിക്കുക. ഇത് പൊട്ടിച്ച് ഇവിടുത്തെ റെയിൽ നമുക്ക് ഇവിടെ നിന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കയ്യിലൊടിക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരില്ല. ഇവനെ കുറച്ച് അങ്ങോട്ട് തള്ളണമല്ലോ. ഓക്കെ അങ്ങനെ കയറി. ഓക്കെ കേസ്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് തള്ളിയോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ളൂ വില്ലേജസിനെ മാനേജ് ചെയ്യാൻ. പക്ഷെ ഭയങ്കര പാടാണ് ഈ വില്ലേജസിൽ. ഈ റെയിലൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഈ വില്ലേജസിനെ മാനേജ് ചെയ്യാൻ എന്ന് വേണം പറയാൻ. ഓക്കെ, അടുത്തവനെയും കൊണ്ടുവരാം. ഇങ്ങനെ 4 പേരെ കൊണ്ടുവരാം ഗൈസ്. ഓക്കെ, എന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ഞാനിതാ 1 2 3 4 വില്ലേജറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഈ ട്രാപ്പ് ഡോറും കൂടി അടിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ റെയിൽ പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കാം. ഇൻ കേസ് വല്ല സോംബിയോ മറ്റേ ഇവിടെ വന്ന് ഇവർക്കിട്ട് പണി തന്നാലോ, എനിക്കിട്ട് പണി തന്നാലോ, ഇവരെ കൊന്നാലും കുഴപ്പമില്ല, എനിക്കിട്ട് പണി കിട്ടില്ല അത് ലാസ്റ്റ്. എന്നിട്ട് ഞാൻ വീണ്ടും അത് കെട്ടണ്ടേ. അതൊരു പണിയായിരിക്കും ഗൈസ്, 1.5 പണിയായിരിക്കും. അങ്ങനെ ആണെങ്കിൽ വല്ല സോമിയോൻ്റെ വന്ന് ഇവരെ തീർത്ത് കളഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കാം ഗൈസ്. എനിക്ക് ഇത് പ്രാന്തായി ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് എനിക്ക് റെക്കോർഡ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയുമോ, ഇത് വർക്കാകുന്നുണ്ടായിരുന്നു. വോയിസ് ഓവർ കൊടുക്കുന്ന സംഭവം വർക്കാകുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് സ്റ്റോപ്പ് ആക്കാൻ പറ്റുന്നില്ല. എന്തോ ഗ്ലിച്ച് പോലെ ആയി ഗൈസ്. അതുകൊണ്ട് എനിക്ക് പ്രാന്തായി. ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ കത്തിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും. ബാക്കി വില്ലേജറിനെയും പിന്നെ അവർക്കുള്ള ജോബൊക്കെ ഞാൻ പറ്റുമെങ്കിൽ ഓഫ് ക്യാമറയിൽ നിന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വീഡിയോ ആക്കിയിട്ടിടും, അല്ലെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, എന്തായാലും ഓഫ് ക്യാമറയിൽ നിന്നിട്ട് ഞാൻ ചെയ്യൂ ഗൈസ് അത്. ഓക്കെ, ഇത്രയും ഒരു 4 വില്ലേജറിനെ കൊണ്ടിട്ട് വീഡിയോ ഇട്ടിട്ട് ഇനി നമുക്ക് ബാക്കിയൊക്കെ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്യാം. ഇതൊരു പ്രാന്ത് പോലെ ആകുന്നുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഇനി നമുക്ക് നെതർ പോർട്ടൽ കത്തിക്കണം. ആദ്യം പോയിട്ട് കിടന്നുറങ്ങാം. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഇല്ലാതെ നമുക്ക് നെതർ കത്തിക്കാൻ പറ്റുമോ നോക്കാമല്ലോ. നെതർ കത്തിക്കണ്ട, നെതർ പോർട്ടൽ കത്തിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. കുറച്ച് ലാവയും ഒരു ബ്ലോക്ക് എടുക്കാം. ബ്ലോക്ക് എന്ന് വെച്ചാൽ വുഡിൻ്റെ ബ്ലോക്ക് തന്നെ വേണം. വുഡോ അങ്ങനത്തെ എന്തെങ്കിലും മതി. കത്തുന്നൊരു ഇത് വേണം. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ബ്ലോക്ക് വേണം. ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇങ്ങനെ കത്തുമെന്ന് അറിയില്ല, ഞാൻ കാണിക്കാം. ഇതേപോലെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വെച്ച് ഇവിടെ ഒരു ഇതുപോലെ ആക്കണം, ബക്കറ്റ് പോലെ ആക്കണം. അപ്പോൾ ആ ലാവ ആ വുഡിന് കയറി തീ കത്തും. ആ ലാവരി എഫക്റ്റ് ആ വുഡിന് കിട്ടും. അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് ഗൈസ്. അങ്ങനെ കത്താൻ സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് താഴേന്ന് മീത്തോട്ട് ഒരു ബ്ലോക്ക് ആക്കാം ഗൈസ്. ഓക്കെ, കത്തേണ്ടതാണ്. കത്തുന്നില്ലല്ലോ ഗൈസ്. ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ പൊക്കത്ത് വെച്ചാൽ ശരിയാവോ? കത്തൂലേ? ഇതിൻ്റെ പൊക്കത്ത് വെച്ചാൽ ശരിയാവോ? കത്തൂലേ? ഇതെവിടെ വയ്ക്കുന്നതിന്? ഇനി നിലത്ത് വെച്ചാൽ കത്തൂലേ? കത്തേണ്ടതാ. കത്തി ഞാൻ പറഞ്ഞില്ലേ, കത്തി. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ ആവശ്യമില്ല ഗൈസ്. അങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. അവിടെ ഇങ്ങനെ ഒഴിച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പുറം സൈഡും ഇതേപോലെ ആക്കിയാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ, ഇതിങ്ങനെ മൈൻഡ് ചെയ്ത് കളയാൻ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നെതറും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന എപ്പിസോഡിൽ നമുക്ക് നെതറിൽ കയറുന്ന ഒരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.